പിടിക്കാതെ ശ്രദ്ധിക്കണം. കുട്ടികൾ തട്ട് പറഞ്ഞു പോകുന്ന രീതിയിൽ വിളക്കുകൾ വെക്കരുത്. വളരെ ഒരാഴ്ച വെക്കാവും. രണ്ട് കൈ കൊണ്ട് രണ്ട് ചെവി പിടിക്കും. പിടിച്ചെല്ലാരും എല്ലാരും പറയൂ അഭിവാദയേ. നമ്മുടെ പേര് പറയൂ എല്ലാരും, ഓരോരാളുടെ സ്വയം പേര് പറയല്ല. പറഞ്ഞോ? അമ്മയുടെ കാലുകളിൽ രണ്ട് കൈയും, അമ്മയുടെ മുൻപിലുള്ള അമ്മയുടെ കാലുകളിൽ നമ്മുടെ കൈ വെക്കുക. അതാ നോക്കൂ, അടുത്തടുത്ത കുട്ടികൾ ചെയ്യുന്നത് നോക്കുമല്ലോ. വെച്ചോ എല്ലാരും? ഇനി എല്ലാരും എടുത്തോളൂ. നമ്മുടെ ക്ലാസ് നമുക്ക് കിട്ടാൻ സൗകര്യത്തിന് മുന്നോട്ട് ചെയ്യുമ്പോഴേക്കും നമ്മളടുത്തേക്ക് അമ്മമാരുടെ എല്ലാ കുട്ടികളും എടുത്തേക്ക് അമ്മമാരുടെ സൗകര്യം ചെയ്തു കൊടുക്കുക. ഒരു ലേശം പുഷ്പം എടുക്കുക. എല്ലാവരും ഒന്നോ രണ്ടോ ഏതെങ്കിലും പുഷ്പം എടുക്കുക. ഒന്നോ രണ്ടോ എന്നുള്ള പുഷ്പം വളരെ കുറച്ചല്ലേ ഒന്ന് തരാൻ. ചന്ദനം ഒന്ന് തൊടുക. ചന്ദനം ഒരു വിരലുകൊണ്ടൊന്ന് ചെറിയതായി തൊട്ടാൽ മതി. പുഷ്പവും ചന്ദനവും കൂടെ നമ്മുടെ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ കേട്ടോ. പുഷ്പവും ചന്ദനവും കൂടെ ഗ്ലാസ്സിലുള്ള വെള്ളത്തിലിടല്ല. എന്നിട്ടുള്ളൂ എല്ലാവരും വലത് കൈ കൊണ്ട് ഗ്ലാസ് അടച്ചു പിടിക്കും. പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ഒന്നും അധികം ഞെക്കെടുത്തിട്ടോ പതുക്കെ കൈ വെക്കുകയോ ഭയങ്കര ശക്തിയിലൊന്നും അമർത്തരുത്. എല്ലാവരും വലത്തെ കൈ വെച്ചോ. അടുത്തത് അതിന്റെ നേരെ ഇടത്തെ കൈ വെക്കൂ. വലത്തെ കൈ വെച്ചതിന്റെ മുകളിലായി എല്ലാവരും ഇടത്തെ കൈ വെക്കും കേട്ടോ. ഞാൻ പറയുന്ന മന്ത്രം ചൊല്ലണം. എല്ലാവരും ഉറക്കെ ചെല്ലണം. ഇവിടെ എല്ലാത്തിനും കേൾക്കണം. ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഇനി എല്ലാവരും കൈയെടുക്കൂ. അപ്പൊ നമ്മുടെ ഗ്ലാസ്സിലുള്ളതായിരിക്കുന്ന വെള്ളത്തില് സപ്ത നദികളിലേക്ക് ഗംഗ യമുന കുറച്ച് വെള്ളം ആ ഗ്ലാസ്സിൽ കൈ തൂക്കിയാലും മതി. ഗ്ലാസ് കൈ തൂക്കിക്കോളൂ. പൂ വേണ്ട, പൂ വേണ്ട. ഗ്ലാസ്സിലെ വെള്ളത്തിൽ എല്ലാവരും ലേശം മുക്കിയോ. നമ്മുടെ മുൻപിലുള്ള അമ്മയുടെ പാദങ്ങളിൽ ഒന്ന് തുടങ്ങിയല്ല. വെള്ളം കൊണ്ട് കഴുകാണ് വേണ്ടത്. അത് സാധിക്കില്ല. കൂടുതൽ വെള്ളം സാധ്യല്ല. തുടച്ചാലും അമ്മയുടെ രണ്ട് പാദങ്ങളും നമ്മള് ആ തീർത്ഥജലം കൊണ്ട് കഴുകാൻ തുടങ്ങി. അത്രയും അതിനുശേഷം എന്ത് ചെയ്യുക? എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കൂടെ ശ്രദ്ധിക്കണേ. അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നു. അമ്മയുടെ കാലൊന്ന് തൊടുക. എല്ലാവരും ആ തീർത്ഥജലം നമ്മുടെ ശിരസിൽ ഇങ്ങനെ കുടയുക. എല്ലാവരും നമ്മുടെ ശിരസിൽ തലയിൽ ഇങ്ങനെ കുടയുക. അത്രയുണ്ടാവുള്ളൂ. ഇനി എന്ത് ചെയ്യാം? ചന്ദനം ലേശം എടുത്തിട്ട് അമ്മമാരെ നെറ്റിയിലൊന്ന് കുരുടിക്കോ. ചന്ദനം തല നാട്ടി കൊടുക്കണേ. ചന്ദനം തൊടിക്കുക. അത് കഴിഞ്ഞ് സിന്ദൂരം തൊടിക്കും. അതും തൊടിക്കും. ചന്ദനവും സിന്ദൂരവും തൊടിക്കുക. അതുപോലെ അമ്മമാരുടെ പാദത്തിലും ചന്ദനവും സിന്ദൂരവും. അമ്മമാരുടെ പാദത്തിലും അതുപോലെ ചന്ദനവും സിന്ദൂരവും തൊടിക്കും. ചേച്ചി ഒന്ന് രണ്ടാം ആരും
ശ്രദ്ധിക്കണേ. ഉപയോഗിച്ചോ? ഇനി എല്ലാവരും ഒരു പുഷ്പമെടുത്ത് അമ്മയുടെ ശിരത്തിൽ നല്ല പുഷ്പം എടുത്തിട്ട് അമ്മയുടെ ശിരത്തിൽ വെക്കാവുന്ന തൊട്ട് വരെ കെട്ടു, മുടിയെ കെട്ടു, വീട് പോയത് വെച്ചോ എല്ലാവരും. അമ്മമാരെ ഏറ്റവും ശ്രദ്ധിക്കണേ. മാറിപ്പോയത് കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വിളപ്പം തട്ടിപ്പോയത്, വസ്ത്രം തീർപ്പിക്കുന്നത് നിങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. കുട്ടികളെ അങ്ങോട്ടും കൊണ്ടൊക്കെ ഇടയിൽ പോയി വരും. കഴിഞ്ഞോ? ഇനിയൊരു തുളസിപ്പൂ വിളിക്കാനായിരുന്നു പറഞ്ഞതുപോലെ എല്ലാവരും തുളസിക്ക്. ഇനി തുളസി ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതാ എടുത്തോളൂ. ചെമ്പരത്തിയോ ഏത് പൂ വേണേയാവാം. തുളസി ഉണ്ടെങ്കിലല്ല ഗ്ലാസിലെ വെള്ളത്തിലൊന്ന് മുക്കുക. ഒന്നിങ്ങോട്ട് നോക്കുക എല്ലാവരും കുട്ടികളൊക്കെ. ഇങ്ങനെ അമ്മയുടെ പാദത്തിലേക്ക് കുടങ്ങിയ മന്ത്രസഖി കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഓം ശ്രീമാത്രേ നമഃ. ചന്ദനം ഒന്ന് തൊടും എല്ലാവരും. ആ തുളസി ചെടിയോട് തന്നെ ചന്ദനം തൊടും എല്ലാവരും കേട്ടോ. അമ്മയുടെ കാലുകളിലേക്ക് സമർപ്പിക്കൂ. ഓം ശ്രീമാത്രേ നമഃ. കുടഞ്ഞാൽ മതി കേൾക്കുന്നു. ഇനി എന്ത് ചെയ്യാ? പുഷ്പം എടുത്തിട്ട് 3 തവണ അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കും. ഓം ശ്രീമാത്രേ നമഃ. പൂവെടുത്തിട്ട് ഓം ശ്രീമാത്രേ നമഃ, ഓം ശ്രീമാത്രേ 3 പ്രാവശ്യമായിട്ട് അർപ്പിക്കും. അർപ്പിച്ചോ എല്ലാവരും? 3 പ്രാവശ്യമായോ? പൂവ് കുറച്ചേക്ക് അമ്മ എടുത്തോന്നും മനസ്സിലാക്കും. സന്തോഷം ചെയ്യട്ടെ. അവരൊക്കെ ഈ ഒരു ഭാവന ഉണ്ടാക്കുക എന്നുള്ളതാണ് മാതൃഭൂമി. 3 പ്രാവശ്യം അർപ്പിച്ചോ എല്ലാവരും? ശരി. നമ്മുടെ മുന്നിൽ നിലയം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവില് മലരൊക്കെ ചേർന്ന സാധനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പറ്റിയായിട്ട് കുറച്ച് കഴിയുന്നില്ലല്ലോ അല്ലേ? നമ്മളെന്ത് ചെയ്യാം? കുറച്ച് അതിൽ നിന്ന് 1-2 മണി അവര് മലൂടി എടുത്തു എല്ലാവരും. പിന്നെ എടുത്ത് കഴിപ്പിക്കുകയും ചെയ്യാവും. എല്ലാരും എടുത്ത് കൈ പിടിക്കുകയും ചെയ്യാവുള്ളൂ കേട്ടോ. ആരും കഴിക്കരുത്. അമ്മയുടെ വായിലേക്ക് കൊടുക്കൂ. ഞാൻ പറയും മന്ത്രം ചൊല്ലിയിട്ടേ കൊടുക്കാവൂ കേട്ടോ. ഓം പ്രാണായ സ്വാഹ കൊടുക്കൂ. അമ്മമാര് കഴിച്ചോളൂ. അവിടെ കയ്യോ കഴിക്കരുത്. ഒരു പ്രാവശ്യം കൂടി എടുക്കുക എല്ലാവരും. ഒരു പ്രാവശ്യം കൂടി എടുക്കൂ. രണ്ടാമത് എടുത്തോ? ആ കൊടുക്ക. ഓം അപാനായ സ്വാഹ. ഒരു പ്രാവശ്യം കൂടി എടുക്കുക. ഓം വ്യാനായ സ്വാഹ. ഒന്നുകൂടി എടുക്കുക. 4ാമത് ഓം ഉദാനായ സ്വാഹ. അവസാനമായിട്ട് ഒന്നുകൂടി എടുക്കുക. ഇതിന്റെ ഏതാണ് വെച്ചോളിക്കും. ഓം സമാനായ സ്വാഹ. ഇപ്പോൾ 5 പ്രാവശ്യം അമ്മമാർക്ക് കൊടുക്കാം. പ്രാവശ്യം നിൽക്കുക എല്ലാവർക്കും. വായിക്കുന്നല്ലോ. കൈയൊന്ന് പതുക്കെ കഴുകും കുട്ടികൾ. കൈയൊന്ന് പതുക്കെ കഴുകും. ഒന്ന് കയ്യിൽ നോക്കിയാൽ മതി ക്ലാസ്സിലവിടെ. എന്നിട്ട് എന്ത് ചെയ്താൽ അങ്ങോട്ട് നോക്കൂ. നിങ്ങളുടെ മുഖം പതുക്കെ തുടച്ചു പതുക്കെ. ഞാൻ എത്തി കൊണ്ടുള്ള കൈകളായിക്കൊണ്ട ഒന്നൊരു കയ്യിൽ നോക്കിക്കോ. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ട്, അതായത് തീർത്ഥം കൊണ്ട്, ചന്ദനം കൊണ്ട്, പുഷ്പം കൊണ്ട് നമ്മുടെ അമ്മമാരെ ദേവിമാരായി സങ്കല്പിച്ചുകൊണ്ട് അർച്ചന ചെയ്തു. അതിനുശേഷം നമ്മുടെ ദേവിമാരായിട്ടുള്ള അമ്മമാർക്ക് നിവേദ്യം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ കുറച്ച് അർച്ചനകളാണ് ഞാൻ ഭക്തരെ ചൊല്ലിത്തരും. നമാന്ന് പറയുമ്പോൾ നമ്മൾ അർച്ചിച്ചുള്ള. ഇനി അഥവാ പുഷ്പം തീർന്നു പോയാൽ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ നിന്നും പുഷ്പം എടുക്കുകയാണെന്നുള്ള ഭാവനയിൽ കൈകൊണ്ടതിന് അങ്ങനെ കാണിക്കും കേട്ടോ. ആ തലക്കലിരിക്കുന്ന കുട്ടികളെ വളരെ ശ്രദ്ധിക്കണേ. ഞാൻ പറയുന്നത് നമ്മോട് കൂടെ തിരിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും. മന്ത്രം ചൊല്ലിത്തരട്ടെ. ഓരോരോ പുഷ്പമായിട്ടേ അർപ്പിക്കാം. ഓരോന്നായി ഒറ്റ പുഷ്പം എടുത്തേ അർപ്പിക്കാം. ആ ഭയ വരണ്ട മുന്നിലല്ല. അവിടെ ചേച്ചി വളരെ കൃത്യമായിട്ട് ഇരിക്കുന്നത് അതുപോലെ ഇഷ്ടമല്ല. എല്ലാ കയ്യോ ക്യാൻറ്റീന് പോലെ മടങ്ങി പോയിട്ടുണ്ട്.
ഞാൻ നാമം ചെല്ലാൻ തുടങ്ങിയാണ്. എല്ലാവരും നമാന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റ ചെല്ലണം കേട്ടോ. 5-8 മിനിറ്റ്. ഓം വാഗ്ദേവ്യൈ നമഃ. ഓം ശാരദായൈ നമഃ. ഓം മായായൈ നമഃ. ഓം നാദരൂപിണ്യൈ നമഃ. ഓം യശസ്വിന്യൈ നമഃ. ഓം സ്വാധീനവല്ലഭായൈ നമഃ. ഓം സ്തുത്യായൈ നമഃ. ഓം വിദ്യാപ്രദായിന്യൈ നമഃ. ഓം രഞ്ജിന്യൈ നമഃ. ഓം സ്വസ്തികാസനായൈ നമഃ. ഓം ചന്ദ്രികായൈ നമഃ. ഓം വിദ്യാദായിന്യൈ നമഃ. ഓം വീണാഗാനപ്രിയായൈ നമഃ. ഓം ശരണാഗതവത്സലായൈ നമഃ. ഓം സരസ്വത്यै നമഃ. ഓം നീലകുണ്ടളായൈ നമഃ. ഓം വാണ്यै നമഃ. ഓം സർവപൂജ്യായൈ നമഃ. ഓം കൃതകൃത്യായൈ നമഃ. ഓം തത്വമയ്യൈ നമഃ. ഓം മുനിസ്തുതായൈ നമഃ. ഓം രാജേന്ദ്രവദനായൈ നമഃ. ഓം യന്ത്രാത്മികായൈ നമഃ. ഓം നളിനഹസ്തായൈ നമഃ. മനോഹരായൈ നമഃ. ഓം ദുർഗായൈ നമഃ. ഓം കല്യാണ്യൈ നമഃ. ഓം രാമ്യൈ നമഃ. ഓം ഭാരത്यै നമഃ. ഓം ബാലാരൂപിണ്യൈ നമഃ. ഓം ദേവ്യൈ നമഃ. ഓം ക്ഷീരാബ്ധിതനയായൈ നമഃ. ഓം പത്മഹസ്തായൈ നമഃ. ഓം ത്രിലോചനായൈ നമഃ. ഓം കോടിസൂര്യപ്രകാശായൈ നമഃ. ഓം സാധുസ്വരൂപിണ്യൈ നമഃ. ഓം സർവതോമുഖ്യൈ നമഃ. ഓം ചൈതന്യരൂപിണ്യൈ നമഃ. ഓം പ്രബോധിന്യൈ നമഃ. ഓം വാസവാർച്ചിതായൈ നമഃ. ഓം വിരിഞ്ചപത്ന്യൈ നമഃ. ഓം തുഷാരകിരണാഭായൈ നമഃ. ഓം മുക്തിരൂപിണ്യൈ നമഃ. ഓം ഗജാരൂഢായൈ നമഃ. ഓം വേദനുകായൈ നമഃ. ഓം ഭാഷാരൂപായൈ നമഃ. ഓം ഭക്തിദായിന്യൈ നമഃ. ഓം മീനലോചനായൈ നമഃ. ഓം വിദ്യാധര്यै നമഃ. ഓം ജഗന്മോഹിന്यै നമഃ. ഓം രമായൈ നമഃ. ഓം ഹരിപ്രിയായൈ നമഃ. ഓം വിമലായൈ നമഃ. ഓം നാരായണ്യൈ നമഃ. ഓം മംഗളപ്രദായകായൈ നമഃ. ഓം അശ്വലക്ഷ്മ്യൈ നമഃ. ഓം ഭാഗ്യലക്ഷ്മ്യൈ നമഃ. ഓം രാജലക്ഷ്മ്യൈ നമഃ. ഓം ഗജലക്ഷ്മ്യൈ നമഃ. ഓം ജഗന്മോഹിന്യൈ നമഃ. ഓം മോക്ഷലക്ഷ്മ്യൈ നമഃ. ഓം സന്താനലക്ഷ്മ്യൈ നമഃ. ഓം ഖഡ്ഗലക്ഷ്മ്യൈ നമഃ. ഓം കാരുണ്യലക്ഷ്മ്യൈ നമഃ. ഓം സൗമ്യലക്ഷ്മ്യൈ നമഃ. ഓം ഭദ്രകാണ്യൈ നമഃ. ഓം ചണ്ഡികായൈ നമഃ.
ഓം ശാംഭവ്യൈ നമഃ. ഓം സിംഹവാഹിന്യൈ നമഃ. ഓം സുഭദ്രായൈ നമഃ. ഓം അഷ്ടൈശ്വര്യദായിന്യൈ നമഃ. ഓം ഹിമവൽപുത്രികായൈ നമഃ. ഓം മഹാരാജ്ഞൈ നമഃ. ഓം ത്രിപുരസുന്ദര്यै നമഃ. ഓം ശ്വേതപദ്മാസനായൈ നമഃ. ഓം വനദുർഗായൈ നമഃ. ഓം രാജരാജേശ്വര്यै നമഃ. ഓം മഹാസരസ്വത്यै നമഃ. ഓം മഹാസരസ്വത്यै നമഃ. ഓം മഹാസരസ്വത്यै നമഃ. നമ്മുടെ അമ്മമാരാകുന്ന ദേവിമാര് നമ്മുടെ തീർത്ഥ ചന്ദന പുഷ്പാദികളെ കൊണ്ടുള്ള അഭിഷേകവും അർച്ചനകളും നിവേദ്യമൊക്കെ സ്വീകരിച്ച് വളരെ സന്തുഷ്ടരായിട്ടിരിക്കുകയാണ്. എല്ലാവരും മുഖത്തേക്ക് നോക്കും. അമ്മമാരുടെ കുട്ടികളൊക്കെ തന്നെ ഗൗരവമുണ്ടായ മുഖത്ത് ഭദ്രകാളി ഉണ്ടോ അല്ലല്ലോ അല്ലേ? ഭദ്രകാളി ആവശ്യമാണ്. അപ്പൊ ഏതായാലും നമ്മുടെ അർച്ചന ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അമ്മമാർ എന്ത് ചെയ്യുക? എല്ലാവരും തന്നെ അല്പം നിവേദ്യം എടുത്തിട്ട് കുട്ടികളുടെ വായിൽ വെക്കും. കുറച്ച് ഒരു പ്രാവശ്യം നിങ്ങൾ കൊടുക്കും. കൊടുത്തോ എല്ലാവരും? കുട്ടികളൊക്കെ എന്ത് ചെയ്യുക? അമ്മമാരുടെ പാദങ്ങളിലും നമസ്കരിക്കുക. വിളക്ക് തട്ടി വിളക്കിട്ട് എല്ലാവരുടെയും തലയിൽ അനുഗ്രഹിക്കുക. നന്നായി വിളക്കുന്നത് ഇതൊരു അതിഭയങ്കരമുള്ള വാക്യാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനൊന്നും ഇരുന്ന് കിട്ടുക മക്കളും നമ്മളൊക്കെ അതിൽ